മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച അഥവാ മകരമാസം 1-ാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ മകരമാസം 1-ാം തീയതി തന്നെ തുടക്കത്തിൽ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജീവിതം നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുകയും ആ ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളിലൂടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറിമറിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന പല നക്ഷത്രക്കാരും ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അത്രയ്ക്ക് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു വഴികളും നിങ്ങളുടെ മുന്നിലില്ല. മാത്രമല്ല ഒരു വഴികളിലൂടെയും ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയാതെ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആ ഒരു അവസ്ഥ അത്രയ്ക്കും ദയനീയമാണ്. എന്നാൽ ഈ മകരമാസം എന്ന് പറയുന്നത് ശരണം വിളികൾ മുഴങ്ങിക്കേൾക്കുകയും ഐശ്വര്യവും ആത്മീയ പുരോഗതിയും ഭക്തർക്ക് വളരെയധികം ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. ഒപ്പം തന്നെ ഇത്രയധികം ഈശ്വരാധീനവും ദൈവിക പ്രാധാന്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ മകരമാസം 1-ാം തീയതി തന്നെ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും മംഗളാദിത്യ യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം കാണുന്നതനുസരിച്ച് ഇത്തരത്തിൽ മകരമാസം 1-ാം തീയതി തന്നെ മംഗളാദിത്യ യോഗം രൂപപ്പെടുന്ന നക്ഷത്രക്കാരിൽ സംഭവിക്കുവാൻ പോകുന്നത് നിസാര കാര്യങ്ങളല്ല. അപ്രകാരം നോക്കുമ്പോൾ ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച മകരമാസം പിറക്കുന്ന ദിവസം തന്നെ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച മംഗളാദിത്യ യോഗം സിദ്ധിക്കുവാൻ പോകുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന 3 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഇപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയും ജീവിതത്തിൽ ഭാഗ്യം ലവലേശമില്ലാത്ത തരത്തിലുള്ള ചില അവസ്ഥകൾ നേരിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെയാണ്. അതായത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും പണം കയ്യിലില്ലാത്തതിനാൽ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചും ഉടനടി പരിഹാരം കണ്ടേ മതിയാകൂ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ചില കടബാധ്യതകളെപ്പറ്റി ചിന്തിച്ചും പല മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും മനസമാധാനമേ ഇല്ല എന്ന് വേണം പറയാൻ. ഇതിനെല്ലാം പുറമെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നട്ടം തിരിയുന്ന ചില വ്യക്തികളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച ചിങ്ങം രാശിക്കാർക്ക് സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ രാജയോഗം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും ഒരു മാറ്റമുണ്ടാവുകയും നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചതും ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്
ഈ മംഗളാദിത്യ യോഗം ഭാഗ്യമായി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പോസിറ്റീവായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കുറച്ച് നാളുകളായി കർമ്മ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികളാണ് നേരിട്ട് വന്നിരുന്നത്. അതായത് ഒരു വിധത്തിലും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു പുരോഗതി കാണുവാൻ കഴിയാതെ നിങ്ങൾക്കുള്ള കഴിവുകളെ പോലും മറ്റുള്ളവർ അടിച്ചമർത്തുകയും നിങ്ങളുടേതായ കഴിവുകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചിരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പോലും നിങ്ങളുടെ അധ്വാനത്തിന് അനുസരിച്ചുള്ളതല്ല. എന്നാൽ അത്തരത്തിലുള്ള പല അവസ്ഥകൾ കൊണ്ടും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും കൂടുതൽ മികച്ച അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മകരമാസം 1-ാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുന്ന മംഗളാദിത്യ രാജയോഗത്താൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും നിങ്ങളുടെ ജീവിതം വലിയ ഒരു പുരോഗതിയിലേക്ക് ഉടനടി എത്തിച്ചേരുകയും ചെയ്യും. ഇനി അതിനു പുറമെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലും ഈ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മകരമാസം 1-ാം തീയതി എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും ശുഭകാര്യങ്ങളും ചെയ്യുവാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി ഇതിനെല്ലാം പുറമെ ഈ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഒരു ഉയർച്ചയും സൗഭാഗ്യവും അനുഭവത്തിൽ വരുമെന്നുള്ള കാര്യവും നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക. കാരണം നിങ്ങളിൽ അത്രയധികം ഭാഗ്യവും ഈശ്വരാധീനവും ഈ ഒരു ദിവസം തന്നെ വന്നു നിറയുകയും അതിലൂടെ ഒട്ടനവധി നേട്ടങ്ങളെ കൈയടക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ മംഗളാദിത്യ യോഗം സിദ്ധിക്കുന്നതോടെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യകാര്യങ്ങളിലും ഇതുവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാവുകയും ഒപ്പം തന്നെ മികച്ച ആരോഗ്യസ്ഥിതി ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനാലും സമാധാനക്കേടുകൾ ഒട്ടനവധി അനുഭവിച്ചിരുന്നു. അതായത് എപ്പോഴും കുടുംബ കലഹവും കുടുംബത്തിലുള്ളവർ തമ്മിൽ ഐക്യമില്ലാത്ത അവസ്ഥയും കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക പിരിമുറുക്കം ചെറുതൊന്നുമല്ല. എന്നാൽ ഈ മകരമാസം 1-ാം തീയതി നിങ്ങൾക്ക് വന്നു ചേരുന്ന ഈശ്വരാധീനത്താൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും അധികരിക്കുകയും ഏറ്റവും മനസമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ പല ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമ്പന്നതയും പുരോഗതിയും വളരെ വേഗത്തിൽ തന്നെ കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി രണ്ടാമതായി ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച മംഗളാദിത്യ യോഗം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരിൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തെ എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രയധികം മാനസിക പ്രതിസന്ധികളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും കടബാധ്യതകളും ആരോഗ്യ പ്രതിസന്ധികളും എന്ന് വേണ്ട പലതരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടകാലങ്ങളുമല്ലാതെ മറ്റൊന്നും പലർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെ പല ആളുകൾക്കും നിരന്തരം ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാൽ തന്നെ എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ ആകുന്നത് എന്നതിനെപ്പറ്റി പലപ്പോഴും ഒരു വ്യക്തത ഉണ്ടാവാറില്ല.
മാത്രമല്ല, നിങ്ങളുടെ ജീവിതം ഇത്രയും ദുരിതപൂർണമാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർ വളരെയധികം സന്തോഷത്തോടെയും സമ്പന്നതയോടെയുമാണ് ജീവിതം നയിക്കുന്നത്. എന്നാൽ ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച മംഗളാദിത്യ യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെ അകറ്റുകയും സൗഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു യോഗമാണ് എന്നതാണ്. ഇനി അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും എന്തൊക്കെയോ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമൊക്കെ ഇരിക്കുന്ന ചില കന്നിരാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ ഏറ്റവും അനുയോജ്യവും ശുഭകരവുമായ ഒരു ദിവസമാണ് ഈ മകരമാസം 1-ാം തീയതി അഥവാ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതായത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ ഈ ഒരു ദിവസം തുടക്കം കുറിക്കുന്ന എന്ത് കാര്യമായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതിയും സന്തോഷവും മാത്രമേ നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ജനുവരി 15-ാം തീയതി പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗം വരെ കാണുന്നുണ്ട്. അത്തരത്തിൽ ഈ ജനുവരി 15-ാം തീയതി പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന ഒരു കന്നിരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ആ വീട്ടിൽ ഉണ്ടാകുമെന്നും നിങ്ങളുടെ ജീവിതം തന്നെ ഇതുവരെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മാറുവാൻ പോവുകയാണ് എന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൂടാതെ കടബാധ്യതകൾക്ക് ഒരു പരിഹാരവും കാണുവാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന ചില കന്നിരാശിക്കാരും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കുള്ള പഴയ ഒരു കടം വീട്ടുവാനായി മറ്റൊരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങുകയും അങ്ങനെ വാങ്ങുന്ന കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ വിട്ടുമാറാത്ത കടബാധ്യത കൊണ്ട് ഒരു മനസ്സമാധാനവും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന കന്നിരാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ആദിത്യമംഗളയോഗം നിങ്ങൾക്ക് ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില കന്നിരാശിക്കാർക്ക് ഈ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച ചില ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും ആ ദൂരയാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ വഴിത്തിരിവാകുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അന്നേ ദിവസം ഇറങ്ങിത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതുകൂടാതെ ആദിത്യമംഗളയോഗം സിദ്ധിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഭാഗ്യയോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ തലത്തിൽ നിന്ന് ചില പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകും. അതൊരു പക്ഷേ ഒരു സർക്കാർ ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ആനുകൂല്യമോ ആവാം. അപ്പോൾ ഇന്ന് ഈ അധ്യായം കാണുന്ന കന്നിരാശിക്കാരിൽ ആരെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഗവൺമെൻറ് തലത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി ആ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഇനി കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മകരമാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം നേരിട്ട് ഇറങ്ങി വരുന്ന തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു ദിവസം തന്നെയാണ്. എല്ലാം കൊണ്ടും കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസമാധാനത്തെ കെടുത്തിയിരുന്ന പല ദുരവസ്ഥകളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ മകരമാസ പിറവിയോടെ വന്നു ചേരുന്നത്. ഇനി മൂന്നാമതായി ഈ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച മംഗളാദിത്യ യോഗം സിദ്ധിക്കുകയും അതിലൂടെ ഈ മകരമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ
ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ അത്രയധികം കണ്ണുനീർ അനുഭവിച്ചവരും ഇപ്പോഴും വളരെയധികം കഷ്ടകാലങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക വിഷമതകളും അനുഭവിക്കുന്നവരുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ ദിവസവും കഴിഞ്ഞു പോവുക എന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. കാരണം തീർത്തും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരിക എന്നത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ യോഗം നിങ്ങളിലേക്ക് അണുവിട മാറാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങളെയാണ് കൊണ്ടെത്തിക്കുവാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള വരുമാന മേഖല ഏതായിരുന്നാലും ആ മേഖലയിൽ ഒരു ഉയർച്ച കൈവരിക്കുവാനും ഒപ്പം തന്നെ സാമ്പത്തികമായി നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ അനുഭവത്തിൽ വരുവാനും പോകുന്ന ഒരു സമയമാണ് ഈ മംഗളാദിത്യ യോഗം കൊണ്ട് കൈവരുവാൻ പോകുന്നത്. അതിനാൽ തന്നെ പരിഹാരം കാണുവാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഓരോ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കും സമാധാനിക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ മകരമാസം പിറക്കുന്നതോടെ വന്നു ചേരുന്നത്. സാമ്പത്തിക ഉന്നതിയും ജീവിത നേട്ടങ്ങളും മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമെല്ലാം തന്നെ കുംഭം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും വളരെ പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പ്രണയിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഇത് ഭാഗ്യസമയമാണ്. കാരണം നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിൽ നിങ്ങളുടെ പ്രണയം ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയും ജീവിതം തന്നെ സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്യും. ഒപ്പം തന്നെ വിവാഹ തടസ്സങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാർക്കും ഈ മംഗളാദിത്യ യോഗം ഭാഗ്യകരമാണ്. അതായത് വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ചതിലും ഗംഭീരമായി നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരുടെ മാനസികാരോഗ്യം വർദ്ധിക്കുകയും മികച്ച ആരോഗ്യസ്ഥിതിയോടെയും സന്തോഷത്തോടെയും ജീവിതത്തിലെ പല നേട്ടങ്ങളും കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈ മകരമാസം 1-ാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന മംഗളാദിത്യ യോഗത്തോടെ വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു ശുഭകരമായ മാറ്റമുണ്ടാവുകയും പലവിധത്തിലുള്ള സന്തോഷങ്ങളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.